അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മക്കളെ, 8ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം ഫിഖ് കേട്ടോ. അൽ-മഅ്ഫൂവാത്ത്, ഇളവുള്ള നജസുകൾ. നജസുകൾ തന്നെയാണ്, അത് ഇളവുണ്ട്. അതിന്റെ തദ്രീബാത്താണ്. വായിക്കാനുള്ളത് നിങ്ങൾ വായിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ചേരുമ്പടി ചേർക്കാനാണ്. നിരുപാധികം മഫ്ഊലുള്ള നജസ് ഏതാണ്? ഈച്ചയുടെ കാലിലുള്ളത്. അത് വെള്ളത്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും നിസ്കാരത്തിലാണെങ്കിലും ഒക്കെ അങ്ങനത്തെ നിരുപാധികം ഇളവുണ്ട്. വെള്ളത്തിൽ മാത്രം മഫ്ഊലുള്ളത് മത്സ്യത്തിന്റെ കാഷ്ടം. പിന്നെ ഭക്ഷണത്തിൽ മാത്രം മഫ്ഊലുള്ള നജസ് അത് പഴത്തിലെ പുഴു. പിന്നെ നിസ്കാരത്തിന് മാത്രം മഫ്ഊലുള്ള നജസ് മൂക്കിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തം നജസാണ്. അപ്പൊ ഇത് ഞാൻ കളവ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ കളവങ്ങൾ കണ്ടുപിടിച്ചാലും മതി കേട്ടോ. എഴുതിയിട്ടുണ്ട്, കളവങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളെ കോളങ്ങൾ പൂരിപ്പിക്കാനാണ്. നിരുപാധികം അഫുകളുള്ള കുറച്ച് നജസുകൾ അങ്ങോട്ട് പറയാം. നിരുപാധികം അഫുള്ള കുറഞ്ഞ നജസുകൾ ഇങ്ങനെ പറയാം. ഒന്ന്, നജസായ കുറച്ച് രോമം. നിരുപാധിക നജസ് കുറച്ച് രോമം. അത് എവിടെയാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും. പിന്നെ ഈച്ചയുടെ കാലിലുള്ളത്. ഛർദിക്കുന്ന കുട്ടിയുടെ വായിലുള്ളത്. ഛർദിച്ചു കഴിഞ്ഞാൽ പിന്നെ വായിലുള്ളത്. ആ വായ കൊണ്ട് ആ കുട്ടി മറ്റേ പാല് കുടിക്കുകയാണെങ്കിൽ മുല കുടിച്ച സ്ഥലത്ത് ആ കുട്ടിന്റെ വായാവുമല്ലോ. അപ്പൊ നജസുണ്ടല്ലോ. പക്ഷെ ഉണ്ട് നജസിന്റെ പൊടി പുക അതൊക്കെ ഉണ്ട്. നജസിന്റെ നീരാവി തൂവല്. പിന്നെ സാധാരണ നിലയിൽ കാണാൻ കഴിയാത്തത്. നജസിന്റെ കാണാൻ കഴിയാത്തത്. പിന്നെ ചവച്ചരക്കുന്ന ജീവിയുടെ വായിലുള്ളത്. ചവച്ചരക്കുന്ന ജീവിയുടെ വായിലുള്ളത്. പിന്നെ പക്ഷിയുടെ വായിലുള്ളത്. പക്ഷിയൊക്കെ ഇപ്പൊ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഇപ്പൊ നജസ് നാളേക്കാലം വെള്ളം കുടിക്കുക. അപ്പൊ അതിന്റെ നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പൊ അതിന്റെ വായിൽ നജസുണ്ടായേക്കും. ഉണ്ട്. ഈ വെള്ളത്തിൽ മാത്രം മഫ്ഊലുള്ള നജസ്. വെള്ളത്തിൽ മാത്രം മഫ്ഊലുള്ളത് ഏതൊക്കെയാ? ചെള്ള്, തേന് തുടങ്ങിയുള്ള ശാപം. ഒരു ചെള്ള് വെള്ളത്തിൽ ചാടി ചത്തു, അല്ലെങ്കിൽ ഒരു തേന് വെള്ളത്തിൽ ചാടി ചത്തു എന്നാ അത് അഫുണ്ട്, ഇളവുണ്ട്. പിന്നെ മത്സ്യത്തിന്റെ കാഷ്ടം. മത്സ്യം വെള്ളത്തിൽ ഉണ്ടാവുക, അതിന്റെ കാഷ്ടം. വെള്ളത്തിൽ ചത്ത് വീഴുന്ന മത്സ്യശാപം. വെള്ളത്തിലായിട്ടൊരു മീൻ ചത്ത്, അപ്പൊ അതിന്റെ ശാപം, അത് അഫുണ്ട്. കൊണ്ടുപോയിട്ടതല്ല. തവളയുടെ കാഷ്ടം. തവളയുടെ കാഷ്ടം. തവളയുടെ കാഷ്ടം അത് വെള്ളത്തിൽ അഫുള്ളതാണ്, ഇളവുള്ളതാണ്. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ പക്ഷികളുടെ കുറച്ച് കാഷ്ടം. ഒരു പക്ഷി വന്നിട്ട് ആ വെള്ളത്തിന് മോളുന്നത് താഴത്തേക്ക് നപ്പിട്ട് നമുക്ക് പക്ഷി നോക്കാൻ പറ്റും. അത് കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്ഥിരമായിട്ട് കേള് ഫുള്ളായി കപ്പിടുകയാണെങ്കിൽ ആ അഫുവൊന്നും ഉണ്ടാവില്ല. രണ്ട് കൊല്ലത്ത് താഴെയാണെങ്കിൽ. കാറ്റിൽ പറന്നു വരുന്ന നജസായ പൊടി. കാറ്റടിക്കുമ്പോ അങ്ങനെ പൊടി ഇങ്ങനെ പോകുന്നത് വെള്ളത്തിൽ ആകും, പക്ഷെ അത് അഫുണ്ട്. ഭക്ഷണത്തിൽ മാത്രം അഫുള്ള നജസ്. ഭക്ഷണത്തിൽ മാത്രം അഫുള്ള നജസ് കേട്ടോ. നജസായ വെണ്ണയിൽ നിന്ന് പാറിയ പൊടി. നജസായ വെണ്ണൂർ ഇങ്ങനെ പാറിയിരിക്കണം. അപ്പൊ അതിന്റെ പൊടി ഉണ്ടാവൂലേ? ആ പൊടി ഇത് പൊടി നടക്കണല്ലേ മാറ്റിക്കോണ്ടി. പിന്നെ മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം. അപ്പൊ നമ്മൾ രക്തം
മാസത്തിലുണ്ടാവും. ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ. അപ്പൊ അത് കഴുകിയാലും വെള്ളം കുറച്ച് ചുവപ്പ് കളർ ഉണ്ടാവും. അത് കുഴപ്പമില്ല. ആദ്യം പറഞ്ഞ മനസ്സിലായില്ലേ? നജസായ വെള്ളിൽ നിന്ന് പാറിയ പൊടി അത് എന്തെങ്കിലും കത്തിക്കുമ്പോ നജസായ കത്തിക്കാൻ വെണ്ണൂറുണ്ടാവും. ആ വെണ്ണൂറ് പാറും തീര് അല്ലെ? ആ പാറുമ്പോൾ ഭക്ഷണത്തെക്കാൾ അക്കുകൊണ്ട്. പിന്നെ ധാന്യങ്ങളിലായ മെതിക്കാളയുടെ മൂത്രം. അപ്പൊ ഈ കാളകളിക്കാരം എന്ത് ചെയ്യ? ധാന്യങ്ങളൊക്കെ വേർതിരിക്കുക. നെല്ലും പതിലൊക്കെ വേർതിരിക്കണതേ. അപ്പൊ ഐറ്റങ്ങൾ ഉപയോഗിച്ച് കണ്ട് പഴയ കാലത്ത് ഇപ്പൊ മെഷീനല്ലേ, പഴയ കാലത്ത് അങ്ങനെ അപ്പൊ ഐറ്റങ്ങൾ ഇങ്ങനെ കറങ്ങി വയ്ക്കാറും. അപ്പൊ ഐറ്റങ്ങൾ മൂത്രം കുറച്ചൊക്കെ തെറിക്ക് വയ്ക്കും. അതേപോലെ ഭക്ഷ്യസാധനത്തില് ആട്, പശു തുടങ്ങിയ ജീവികളുടെ അകിടിൽ ഉള്ള നജസ്. അകിടിയിലുള്ള നജസ് മനസ്സിലായില്ലേ? അതിപ്പോ എന്തായാലും ഈ ആടും പശുവൊക്കെ പറഞ്ഞാല് തൊഴുത്തിൽ കിടക്കും. അപ്പൊ കിടക്കുമ്പോ അതിന്റെ അകലൊക്കെ ഒന്ന് നജസാവും. പക്ഷെ അതിന് കേടുക്കാതെ എന്ത് ചെയ്യാ? പാല് അറുത്തെടുക്കുക. നജസാണെങ്കിലും അതില് വിട്ടുവീഴ്ചന്റെ അളവുണ്ട്. ചെറിയ മത്സ്യങ്ങളുടെ വയറിലെ മാലിന്യം. നമ്മള് എന്ത് ചെയ്യാണ്? ചെറിയ മീൻ കൊടുന്നെങ്കിലും ഇതിന്റെ വയറ്റിൽ കുറച്ച് മാലിന്യമൊക്കെ ഉണ്ടാവും. അതൊന്നും എടുത്ത് ഒഴിവാക്കണം എന്നില്ല. കൊണ്ട് ഒഴിവാക്കണ്ട എന്നല്ല, ഒഴിവാക്കണം എന്നില്ല. പിന്നെ നിസ്കാരത്തിൽ മാത്രം അഫുള്ള നജസ്. നിസ്കാരത്തിൽ മാത്രം അഫുള്ള നജസ് അതേതാ? മുറിവുകളിലെ രക്തം. നിസ്കരിക്കുമ്പോ മുറിവിൽ രക്തം ഉണ്ട്. ആ രക്തം കൊണ്ട് കുഴപ്പമില്ല. ഊറ് പൊട്ടി വരുന്ന രക്തം, പല്ല് നിൽക്കുന്ന സ്ഥലം അവ പൊട്ടിങ്ങാണ്ട് രക്തം ഇങ്ങനെ വരുന്നുണ്ട്. നിസ്കരിക്കുമ്പോ ഇറക്കണ്ട, രക്തം കൊണ്ട് കുഴപ്പമില്ല. മൂക്കിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തം, മൂക്കിന്ന് ഇങ്ങനെ ഉള്ളി രക്തം ഇങ്ങനെ വരുന്നുണ്ട്. നിസ്കരിക്കുമ്പോ കുഴപ്പമില്ല. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം. നിസ്കരിച്ചു കൊടുക്കുമ്പോ എന്ത് ചെയ്ത് ഒരു ഒലിക്കുന്ന രക്തമില്ലാത്ത ഈച്ചയെ വല്യോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ജീവി എന്ത് ചെയ്ത് അത് നമ്മളെ ദേഹത്തൊക്കെ ചാടിയപ്പോ അതിന്റെ വാലും മുറിഞ്ഞിനി. ഒരു തുള്ളി രക്തം നമ്മുടെ ശരീരത്തിലായി. നിസ്കാരം ബാത്റൂം ഒരു അഫുവ് ഉണ്ടാവിടെ. പിന്നെ അന്യ വ്യക്തിയുടെ കുറഞ്ഞ രക്തം. നിസ്കരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ആളെ കാലങ്ങളിൽ മുറിന്റെ അയാളെ സുജൂദ് ചെയ്യുമ്പോ കാലങ്ങൾ നീട്ടിച്ച് അപ്പൊ നമ്മളെ കാലങ്ങൾ തട്ടിയപ്പോ തുള്ളി രക്തം നമ്മളെ കാലം തുള്ളിയുള്ളൂ, കുറഞ്ഞ രക്തം. അഫുവുണ്ട്. നമസ്കാരം ബാത്തിലാവൂല. 6. കല്ല് കൊണ്ട് ശൗചം ചെയ്ത് അവശേഷിക്കുന്ന കുറഞ്ഞ നജസ്. ശൗചം ചെയ്യാൻ നല്ലത് കല്ലും വെള്ളം കൂടി മിക്സ് ചെയ്യലാം. പക്ഷെ ഒരാൾ കല്ലും കൊണ്ട് മാത്രം മനോദിച്ച് എന്നാ പരിപൂർണമായിട്ട് നജസൊന്നും പോവില്ല കല്ലുകൊണ്ടാവുമ്പോ. അപ്പൊ കുറച്ചുണ്ടാവും. പക്ഷെ ആ നജസ് കഴുകിയിട്ടില്ല എന്ന് എഴുതിയിട്ട് നിസ്കാരത്തിന് ബാധിക്കൂല. അപ്പുകൊണ്ട് പൈൽസിന്റെ ഈർപ്പം. പൈൽസിന്റെ രോഗമുള്ള ആളുകൾക്ക് ആകുമെന്ന് ചെറിയൊരു ഈർപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഈർപ്പം ഇതില്ല, നജസാണ്. പക്ഷെ അപ്പുകൊണ്ട് ഇളവുണ്ട്. നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള വഴിയിലെ കുറഞ്ഞ നജസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോകുന്ന വഴിയുണ്ട്. ആ വഴിയില് തൊഴുത്തിന് ഇങ്ങനെ അപ്പുറത്ത് പോയി തൊഴുത്തുനിന്ന് ഇങ്ങനെ ചാണകമൊക്കെ ഒഴിച്ച് പോലുണ്ട്. നമുക്ക് ഉറപ്പാണ്, ഡ്രസ്സ് ഉറപ്പാണ്. പക്ഷെ നമ്മള് പോകുമ്പോ മഴയത്തൊക്കെ പോകുമ്പോ വെള്ളം ഇങ്ങനെ തെറിക്കും. അപ്പൊ ഉറപ്പാണ് ആ തൊഴുത്തിന്റെ വെള്ളത്തിൽ പോകുന്നുണ്ട്. നമ്മളാ കുറച്ചൊക്കെ നമ്മുടെ ദേഹത്തേക്ക് തെറിച്ചിട്ടുണ്ടാവും. പക്ഷെ വഴിയത്തെ നജസായതുകൊണ്ട് മാപ്പുണ്ട്. നമ്മൾ തൊഴുത്തിന് പോവുകയാണെങ്കിൽ കുറച്ച് തെറിച്ചാലും അഫുവ് ഉണ്ടാവില്ല. വഴിയായതുകൊണ്ട് നമുക്ക് സഞ്ചരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അഫുവുണ്ട്. ഇത് തഖ്സീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ ചെരിപ്പ് അയച്ചു മാറ്റിയ സംഭവം വിവരിക്കുക. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരിപ്പ് അയച്ചു മാറ്റിയത്? അപ്പൊ എന്തൊക്കെ സംഭവിച്ചത്? ഞാൻ വായിക്കണം. അപ്പൊ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോടൊപ്പം നിസ്കരിച്ചു കൊണ്ടിരിക്കെ തന്റെ ചെരിപ്പുകൾ അയച്ചു മാറ്റി. ഇത് കണ്ട് സ്വഹാബികളും അപ്രകാരം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരിപ്പ് അയച്ചു മാറ്റിയപ്പോ സ്വഹാബികൾ അയച്ചു മാറ്റി. നിസ്കാര ശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പഴിച്ചത്? അങ്ങേ അയച്ചു വെച്ചപ്പോൾ ഞങ്ങളും അയച്ചു വെച്ചതാണ്. അവർ മറുപടി പറഞ്ഞു, അവർ പ്രതികരിച്ചു, എന്റെ ചെരുപ്പുകളിൽ നജസുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചത് കൊണ്ടാണ് ഞാൻ ചെരുപ്പഴിച്ചത്. നിങ്ങൾ മസ്ജിദിൽ വന്നാൽ ചെരുപ്പിൽ നജസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് മാറ്റിയതിനു ശേഷം നിസ്കരിക്കുക. പള്ളിയിൽ വരുമ്പോ തന്നെ എന്ത് ചെയ്യണം? ചെരുപ്പുമ്പോ നജസ് ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യ? അത് മാറ്റിയിട്ട് നിസ്കരിച്ചാൽ മതി. പിന്നെ 2, ചില നജസുകൾക്ക് അഫു കൊടുക്കാനുള്ള കാരണം ഉദാഹരണ സഹിതം എഴുതുക. ചില നജസുകൾ ഇളവുണ്ട്. എന്താ കാരണം പറഞ്ഞു നോക്കുക. ഈച്ചയുടെ കാലിൽ നജസ് എല്ലായിടത്തും അഫു നൽകാൻ കാരണം സാധാരണയിൽ എല്ലായിടത്തും കാണുന്ന ജീവിയാണ് ഈച്ച. ഭക്ഷണത്തിലും നിസ്കരിക്കുന്ന സമയത്ത് ശരീരത്തിലും വസ്ത്രത്തിലും വന്നിരിക്കുന്നു. അതിനെ തടയൽ പ്രയാസമാണ്. അതുകൊണ്ടാണ് അഫു നൽകിയത്. പറയാം മാംസത്തിൽ ശേഷിക്കുന്ന രക്തം എത്ര കഴുകി ശുദ്ധിയാക്കിയാലും കഴുകിയ വെള്ളത്തിൽ രക്തത്തിന്റെ കലർപ്പ് നമുക്ക് കാണാൻ കഴിയും. കഴുകിയാലും കഴുകിയ രക്തത്തിന് കളറുണ്ടാവും. അത് ശുദ്ധിയാക്കിയെടുക്കൽ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് അതിൽ അഫു നൽകിയത്. അടുത്തത്, മത്സ്യത്തിന്റെ കാഷ്ടത്തിന് വെള്ളത്തിൽ അഫു നൽകാൻ കാരണം മത്സ്യത്തിന്റെ കാഷ്ടത്തെ തൊട്ട് വെള്ളത്തെ ശുദ്ധിയാക്കി എടുക്കുക എന്നത് വളരെ പ്രയാസമാണ്. മത്സ്യത്തിനോട് പറയാൻ പറ്റുമോ കാഷ്ടം വിസർജിക്കാൻ ഉദ്ദേശിക്കുമ്പോ വെള്ളത്തിന് പുറത്തേക്ക് പോകണം ആക്കൂലല്ലോ. അപ്പൊ അത് വിസർജിക്കും. അത് കാക്കാൻ കഴിയില്ല, പ്രയാസം തന്നെയാണ്. അള്ളാഹു നീ കബൂലാക്കണേ. അള്ളാഹു ഞങ്ങളെ ബുദ്ധിയിലും ഓർമ്മയിലൊക്കെ നീ വർധനവ് തരണേ. അള്ളാഹ് ഞങ്ങളെ ഉമ്മ ഉസ്താദുമാർക്ക് പരിപൂർണ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. അള്ളാഹ്. അസ്സലാമു